തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. കല്ലമ്പലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച പ്രിയദർശിനിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIM തീരുമാനിച്ചു. വിവരങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും നടപടിക്രമങ്ങൾ പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി, അതിൻ്റെ വോട്ടെണ്ണലും പൂർത്തിയായി. ഇപ്പോൾ മാധ്യമങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ മാധ്യമങ്ങളെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ജില്ലാ കളക്ടർ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. വീണ്ടും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. കാരണം 28 ഡിവിഷനിലെ അംഗങ്ങളാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ അരമണിക്കൂർ കൊണ്ട് പൂർത്തിയായി. വോട്ടെടുപ്പ് പൂർത്തിയായി, വോട്ടെണ്ണലും പൂർത്തിയായി. സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 28 അംഗങ്ങളിൽ 15 അംഗങ്ങളുടെ പിന്തുണ ഇടതുമുന്നണിക്കാണ്. 13 അംഗങ്ങളുടെ പിന്തുണയാണ് UDF-നുള്ളത്. LDF-നെ പ്രതിനിധീകരിച്ച് പ്രിയദർശിനിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആഗ്നസ് റാണിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. ഇപ്പോൾ പൂർത്തിയായ ശേഷം ജില്ലാ പ്രഖ്യാപിക്കും. അതിൻ്റെ നടപടികളിലേക്ക് പോയി നമുക്ക് നേരിട്ട് പ്രേക്ഷകർക്ക് അതിൻ്റെ പ്രഖ്യാപനം കേൾപ്പിക്കാനാകും. നൃപൻ, നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. മത്സരിച്ച പ്രിയദർശിനി LDF-ന്റെ സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിച്ച പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള കക്ഷിനില അനുസരിച്ച് 15-13 എന്നതാണ് UDF-നും LDF-നുള്ള കക്ഷിനില. LDF-ന്റെ സ്ഥാനാർത്ഥി പ്രിയദർശിനിക്ക് 15 വോട്ടുകളും നേടാനായി. 13 വോട്ടുകളാണ് UDF-ന്റെ സ്ഥാനാർത്ഥി ആഗ്നസ് റാണിക്ക് ലഭിച്ചത്. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് തലസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തുടർച്ചയായി LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കല്ലമ്പലം ഡിവിഷനിലെ അംഗമാണ്. നേരത്തെ കഴിഞ്ഞ തവണയും ജില്ലാ പഞ്ചായത്തിലെ അംഗമാണ്. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവാണ്. അങ്ങനെ സമ്പത്തുള്ള ഒരാളിനെ തന്നെ LDF സ്ഥാനാർത്ഥിയായി നിർത്തുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയദർശിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ന്റെ പ്രിയദർശിനി സ്ഥാനമേറ്റു. വിവരങ്ങളാണ് നൃപൻ നൽകിയത്. ശ്രീമതി പ്രിയദർശിനി വാർഡ് നമ്പർ 28 കല്ലമ്പലമിന്റെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പറായ അവർകളെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കൂടാതെ മാഡത്തിനെ ക്ഷണിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രിയദർശിനി സ്ഥാനമേറ്റു.